ഓക്കേടാ. പ്രയർ പറയട്ടെ. Almighty God, you are the source of life. We thank you for all the blessings you have given to us. Thank you for giving another day to learn something new. Clear our mind and help us focus. Guide us, our teacher, as we study and create new learning experiences. We pray in the name of Jesus Christ. Amen. Thank you. Signing. Good morning, everyone. I am Jasmine. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Abarna Miss to conduct today's class. I also invite Mariama for today's thought. Thank you. Good morning, everyone. Good morning, Good ma'am. morning, ma'am. Today's thought: it is not joy that makes us grateful. It is gratitude that makes us joyful. സന്തോഷമല്ല നമ്മളെ നന്ദിയുള്ളവരാക്കുന്നത്, മറിച്ച് നന്ദിയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. താങ്ക് യു. Good morning, all. Good morning, ma'am. നമ്മള് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? സെമിനാർ ടോപ്പിക് ആണ് മാം. സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു മാം. നീഡ്സ് ആണോ ചാപ്റ്റർ? അല്ല. ഓക്കെ, മനസ്സിലായി. 8th യൂണിറ്റിന്റെ ഭാഗമായിട്ടല്ലേ സെമിനാർ? ആ. ഓക്കെ കേട്ടോ. വന്നതിന്റെ പേര് ഭോപ്പാലിൽ ഡിസ്കസ് ചെയ്തല്ലേ? ആ, എനിക്ക് ഹെലൻ കെല്ലർ തന്നിട്ടുണ്ടായിരുന്നു മാം. സ്റ്റീഫൻ ഹോക്കിൻസ് അല്ലേ നെക്സ്റ്റ്? അതെ മാം. അശ്വതി ദേവും പിന്നെ സഞ്ജനയും. അതെ, അശ്വതി ദേവിന്റെ കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സഞ്ജന കേട്ടോ. പ്രസന്റ് ചെയ്തോട്ടെ മാം. പ്രസന്റ് ചെയ്തോടാം. Good morning, everyone. I'm Sanjana. Today, I would like to present a seminar report about Stephen Hawking. I heartily welcome you all to my seminar presentation. Stephen Hawking. Who is Stephen Hawking? അദ്ദേഹം ഒരു തിയറിറ്റിക്കൽ ഫിസിസ്റ്റും കോസ്മോളജിസ്റ്റും ആണ്. അതായത് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ. അതായത് ഈ ഫിസിക്സിലൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്സിന്റെയും മാത്സിന്റെയും ഫിനോമിന ഉപയോഗിച്ച് ഒരു എക്സ്പ്ലനേഷൻ, തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ നൽകുന്നതിനാണ് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം ഒരു കോസ്മോളജിസ്റ്റും കൂടിയായിരുന്നു. പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയും ഗവേഷണത്തെയാണ് കോസ്മോളജിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഉപരി അദ്ദേഹം ഫേമസ് ആവാൻ കാരണം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയായിരുന്നു. 21ാമത്തെ വയസ്സിൽ ALS എന്ന ഒരു രോഗം അദ്ദേഹത്തെ ബാധിക്കുകയും തുടർന്ന് ഡോക്ടേഴ്സ് 2 വർഷക്കാലം മാത്രമാണ് അദ്ദേഹത്തിന് ആയുസ് പറഞ്ഞിരുന്നത്. എന്നാൽ 55 വർഷത്തോളം കാലം ഈ രോഗാവസ്ഥയിലൂടെ അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡില് 1942 ജനുവരി 8 ആയിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഫിസിക്സിലും മാത്സിലും നല്ല ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിലും കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോസ്മോളജിയിൽ PhD എടുക്കുകയും ചെയ്തു. 21ാമത്തെ വയസ്സിൽ അമിട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നൊരു ബ്രെയിന്
ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെർവ് സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരു രോഗം അദ്ദേഹത്തെ പിടിപെടുകയും അദ്ദേഹത്തിന്റെ മസിൽസ് വീക്ക് ആവുകയും ടോക്കിംഗ് എബിലിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്തു. തുടരെ പാർഷ്യലി പാരലൈസ്ഡ് ആവുകയും അദ്ദേഹത്തിന്റെ മോട്ടോർ ഫങ്ഷൻസ് ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. സ്വന്തമായിട്ട് അനങ്ങാനോ സംസാരിക്കാനോ ബ്രീത്തിങ്ങിന് പോലും ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. തുടർന്ന് അദ്ദേഹം ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയറിലാണ് പിന്നീടുള്ള ജീവിതകാലം ജീവിച്ചിരുന്നത്. ആദ്യമൊക്കെ കൈവിരൽ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള വീൽ ചെയറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ചലനം നഷ്ടപ്പെട്ടതോടുകൂടി കവിളിലെ പേശികളിൽ ഉപയോഗിച്ചിട്ടുള്ള സെൻസർ ചെയ്യുന്ന തരത്തിലുള്ള മോട്ടറൈസ്ഡ് വീൽ ചെയർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കവിളിലെ പേശികളുടെ ചലനശേഷിയും നഷ്ടപ്പെട്ടതോടുകൂടി കണ്ണിൽ ലെൻസ് സെൻസർ ചെയ്ത് അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വീൽ ചെയറുകളാണ് അദ്ദേഹം പിന്നീട് യൂസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസും ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ കണ്ടെത്തലുകൾ അത്രയധികം വാല്യുബിൾ ആയതുകൊണ്ടാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹം വീണ്ടും ഒരു ലോകത്തിന് പുതിയ അറിവുകൾ സംഭാവന ചെയ്തുകൊണ്ടിരുന്നത്. കോസ്മോളജിയിൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ ബ്ലാക്ക് ഹോൾസിൽ നിന്നും റേഡിയേഷൻ പുറത്തു വരുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തുകയും ആ റേഡിയേഷനെ ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഈ ലോകത്തിനൊരു ഒടുക്കമോ തുടക്കമോ ഇല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തത് അദ്ദേഹമാണ്. അതൊരു അഡ്വാൻസ്ഡ് തിയറിറ്റിക്കൽ മാത്തമാറ്റിക്സിലൂടെ തെളിയിക്കുകയും ചെയ്തത് അദ്ദേഹമായിരുന്നു. ജനറൽ റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും ഒരുമിച്ച് ഒരൊറ്റ തിയറി ആക്കി സോർട്ട് ഔട്ട് ചെയ്തതും ഇദ്ദേഹമായിരുന്നു. ഹോക്കിൻസിന്റെ ഡിറ്റർമിനേഷനും റെസീലിയൻസും വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെയും സയന്റിസ്റ്റിനെയും പബ്ലിക് സാധാ ആളുകളെ പോലും വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നതാണ്. വീൽ ചെയറിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബ്രെയിൻ വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുകയും ഒത്തിരി സംഭാവനകൾ ലോകത്തിന് നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ബുക്ക് 1988 പബ്ലിഷ് ചെയ്യുകയുണ്ടായി. 35 ലാംഗ്വേജ് പ്ലസ് അധികം ലാംഗ്വേജുകളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും സയന്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. സെക്കൻഡ് ബുക്ക് 2001 ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്നൊരു പുസ്തകം കൂടി കുറച്ചുകൂടി സിമ്പിൾ ആക്കി സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്ത് ഇറക്കുകയുണ്ടായി. 2013 ദ ബ്രീഫ് ഹിസ്റ്ററി എന്ന ഓട്ടോബയോഗ്രഫി ഇറങ്ങുകയും ചെയ്തു. ഇതിൽ കൂടുതലും പേഴ്സണലായിട്ട് ലൈഫിൽ ഉണ്ടായിരുന്ന ചാലഞ്ചസ് ഒക്കെ ആയിരുന്നു പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. 2018 മാർച്ച് 14 അദ്ദേഹം മരണമടഞ്ഞു. ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിന്റെയും കഴിവിന്റെയും ശക്തിയുടെ ഒരു ഉദാഹരണമാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. രോഗാവസ്ഥയെയൊക്കെ അവഗണിച്ചുകൊണ്ട് ലോകത്തിന് തന്ന അറിവുകൾ വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ളതാണ്. ബ്ലാക്ക് ഹോൾസും ബിഗ് ബാങ് തിയറിയും നേച്ചർ ടൈം ട്രാൻസ്ഫോമിംഗ് തിയറിയും ഒക്കെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ കോൺസെപ്റ്റുകളെയൊക്കെ വളരെയധികം മാറ്റിമറിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. സയന്റിഫിക് നേട്ടം മാത്രമല്ല പേഴ്സണൽ ലൈഫും സാധാരണ ജനങ്ങളെ വളരെ അധികം പ്രചോദിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്വോട്ടുണ്ട്, The greatest glory in living lies not in never falling, but in rising every time we fall. വീഴാതിരിക്കുന്നതിലല്ല ഓരോ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കലാണ് വലിയ കാര്യം. The seminar not only highlights his remarkable scientific legacy, but also honors his unwavering spirit, proving that with determination and curiosity, the human mind can overcome even the greatest challenges. That's all about my seminar. Thank you everyone for hearing me. Thank you Aparna ma'am for giving this opportunity. Thank you so much. Thank you നന്നായിട്ട് പ്രസന്റ് ചെയ്തു സഞ്ജന. Then next topic എൻഡോസൾഫാൻ ആണ്. അമ്പളി അതേപോലെ തന്നെ റഹാന. ഓക്കെ, അമ്പളിയോ? ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം റഹീന അല്ലെ പേര്? റഹാന. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. Good morning.
Hi all, I am Ruhana and I am here to present a seminar on the topic of endosulfan. What is endosulfan? Endosulfan, a pesticide, was sprayed aerially or in cashew orchards in Kasaragod to control pest tea mosquito bugs. എൻഡോസൾഫാൻ എന്ന് പറയുന്നത് കാസർഗോട്ടെ കശുവണ്ടി തോട്ടങ്ങളിൽ സ്പ്രേ ചെയ്ത ഒരു മാരകമായൊരു കീടനാശിനിയായിരുന്നു. It was found that people in these areas were affected by physical and genetic problems after the application of endosulfan. Victims suffering from birth defects, physical disabilities, cancer, mental retardation, and gynecological problems. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഈ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട് ഒത്തിരി ജനറ്റിക് പ്രോബ്ലംസ് അവിടെ ഫോം ചെയ്ത് തുടങ്ങി. അതായത് ജനന വൈകല്യങ്ങള്, ശാരീരിക ഡിസാബിലിറ്റീസ്, ക്യാൻസർ, ബുദ്ധിമാന്ദ്യം പോലുള്ള പിന്നെ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ അവിടെ കണ്ടു തുടങ്ങി. ഈവൻ ആനിമൽസ് വെയർ ഹാമഡ് ഡ്യൂ ടു ദിസ്. അതായത് cows giving birth to calves with deformed limbs. അതായത് പശുക്കൾ പോലും ഡിഫോംഡ് ആയിട്ടുള്ള കാലുകളൊക്കെ സാധാരണ രൂപത്തിലല്ലാതെയുള്ള കുട്ടികൾക്ക് കിടാങ്ങൾക്ക് ഇത് തുടങ്ങി ജന്മം കൊടുക്കാൻ തുടങ്ങി. It causes cancer and genetic problems, skin irritations, destruction of nerve tissues, and reproductive and development damage in human beings and animals. മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങൾക്കും ഇതിന്റെ ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങി. The pesticides contaminated the soil, water, and air, affected the entire ecosystem. അതായത് ആ പ്രദേശത്തുള്ള മണ്ണിനെയും ജലത്തെയും വായുവിനെയും വരെ പാരിസ്ഥിതിക സ്ഥിതിയെ വരെ ഇത് ബാധിച്ചു തുടങ്ങി. അതായത് ഏതാണ്ട് 20 വർഷത്തോളം എൻഡോസൾഫാൻ കണ്ടിന്യൂ ആയിട്ട് സ്പ്രേ ചെയ്തത് മൂലം ആ പ്രദേശത്തെ മൊത്തം ജനങ്ങളെയും ആവാസ വ്യവസ്ഥയും വരെ അത് ബാധിച്ചു തുടങ്ങി. Later discovered that the use of endosulfan is the key impact to lead these problems. Studies have found that reduction in plant diversity and it affected native species like fish, butterfly, frog, bees, etc. ഒത്തിരി നാൾ കണ്ടു ശേഷമാണ് ഈ പെസ്റ്റിസൈഡ് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പഠനങ്ങൾ തെളിയിച്ചു. ഈ എൻഡോസൾഫാന് തളിച്ചത് അതൊരു 20 വർഷങ്ങൾ വരെ ആ മണ്ണിൽ നിലനിൽക്കും. അപ്പൊ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. Many children and a large number of people below the age of 25 were suffering from severe disorders. It took many years for officials to fully address the danger of the pesticide. കുറേ വർഷങ്ങൾ എടുത്തു അധികാരികൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. The Kerala government banned the use of endosulfan in 2005. കംപ്ലീറ്റ് ആയാടോ? ഇല്ല മാം, സോറി മാം, കണ്ടിന്യൂ ചെയ്തട്ടെ. കണ്ടിന്യൂ ചെയ്തോട്ടാ. പ്രധാനമായിട്ടും
മനുഷ്യരിലെ നെർവസ് സിസ്റ്റത്തെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയുമാണ് ഇത് ബാധിച്ചത്. ഡെവലപ്മെന്റൽ എഫക്ട്സ്, പ്യൂബർട്ടി ഡിലേഡ് ഇൻ ബോയ്സ്, ഇൻഫെർട്ടിലിറ്റി, മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായും നേരിട്ടത്. cerebral palsy, epilepsy. There were numerous legal battles and protests against endosulfan, demanding compensation for the victims. A massive movement was arose. ജനങ്ങൾ പ്രതിഷേധമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. അതായത് ഇതിന് ഇരയായവർക്ക് വേണ്ടിയിട്ട് തക്കതായ നഷ്ടപരിഹാരം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഇന്നും നടക്കുന്നുണ്ട്. The government needs to focus more on rehabilitating the victims of endosulfan with health, medical, educational, and overall care. Okay, ma'am. Thank you. Complete. Okay. Then next topic ഏതാണ്? ഹെലൻ കെല്ലർ അല്ലേ? Yes, ma'am. ലവ്ലി Okay, ma'am. പിന്നെ ആരാണ്? Okay. വേറെ ഒരാൾ കൂടി ഉണ്ടല്ലോ. ശ്രുതി മാം, ശ്രുതി. അതെ അതെ. ഫസ്റ്റ് ലവ്ലിനെ ലിങ്ക് ചെയ്യാം കേട്ടോ. Okay, thank you, ma'am. Good morning, ma'am. Good morning, my dear friends. Today I am presenting a seminar about Helen Keller. She was born to wealth in Alabama in USA. Keller lost her sight and hearing before she was 2. She aimed to read braille, communicate through sign as well as speech, and graduated from Radcliffe College in 1904. She was the first deaf-blind person to learn a bachelor's degree. അവൾ അമേരിക്കയിലെ അലബാമയിലെ ഒരു ഗ്രാമത്തിൽ വളർന്നു. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾ ബ്രെയിലി പഠിച്ചു. സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും ആശയവിനിമയം നടത്തി. 1904 അവൾ റാഡ്ക്ലിഫ് കോളേജിൽ നിന്ന് ബിരുദം നേടി. ഒരു ബിരുദം നേടിയ ആദ്യത്തെ അന്ധയും ബധിരയുമായ വ്യക്തിയായിരുന്നു അവൾ. After college, Keller became a renowned speaker and author, gaining fame advocating for her community. Best remembered as an activist for disabled peoples, Keller also spoke out for women's suffrage, birth control, and pacifism. She was also a radical socialist who focused her efforts on working people's issues and became a member of the International Workers of the World. കോളേജ് പഠനത്തിന് ശേഷം ഹെലൻ കെല്ലർ ഒരു പ്രശസ്ത പ്രഭാഷകയും എഴുത്തുകാരിയുമായി തീർന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം, ജനന നിയന്ത്രണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവയ്ക്കായി അവൾ വാദിച്ചു. അവൾ ഒരു സോഷ്യലിസ്റ്റും ഇന്റർനാഷണൽ വർക്കേഴ്സ് ഓഫ് വേൾഡിന്റെ അംഗവുമായിരുന്നു. Later in life, she advocated against US imperialism and realized against the power of the wealth in government. In 1920, the same year as the ratification of the 19th Amendment, Keller co-founded the American Civil Liberties. പിന്നീട് അവൾ US ഇടപെടലിനെതിരെയും സർക്കാരിന്റെ അധികാരത്തിനെതിരെയും സംസാരിച്ചു. 1920 19ാം ഭേദഗതിയുടെ അംഗീകാരത്തിന് അതേ വർഷം തന്നെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ സ്ഥാപിച്ചു. Then Helen Keller dies on the 1st June 1968. Thank you, ma'am. Thank you, everybody. ശ്രുതി എടുത്തോ കേട്ടോ. Okay, ma'am. Good morning, everyone. My name is Shruti Suresh. I'm going to take a seminar about Helen Keller. Hello, dear friends. Today I will tell you the story of a girl who lived in darkness and silence, but still became a light for the whole world. Her name was Helen Keller. She was born on June 27, 1880, in a small town in Alabama, USA. As a baby, Helen was just like other children. She could see her mother's smile and hear her father's voice. She was happy, playful, and full of life. But when she was only 19 months old, Helen became very sick. For many days,
She had a high fever. Her parents were scared. Finally, the fever went away, but something had changed. Helen could no longer see, Helen could no longer hear. The world became silent and dark for her. She not understand what people were saying. She could not tell them what she wanted. She felt lost, alone, and angry. She would cry, scream, and throw things. Her parents felt sad. They loved her, but they did not know how to help us. Helen grew older, things become harder. She wanted to learn, she wanted to speak, but how? Then came a teacher. Her name was Anne Sullivan. She arrived at Helen's home in 1887. When Helen was just 7 years old, Anne was young, kind, and full of hope. She herself had bad eyesight, so she understood pain. She said, I will teach Helen, but how do you teach a child who cannot see or hear? Anne had a brave idea. She started spelling words into Helen's hand using finger signs. At first, Helen did not understand. It was confusing. Why was Anne touching her hand again and again? One day, Anne took Helen to the pump. She put Helen's hand under the cold water. Then she spelled what W-A-T-E-R. W-A-T-E-R. Suddenly Helen understood. That cool thing on her hand had a name, water. This moment changed everything. Helen became excited. She wanted to learn the names of everything: tree, flower, cup, mother, teacher. Her mind was opened and her heart was full of joy. But her journey was not easy. Every day she practiced reading with her fingers using braille, a special system of raised dots. She learned how to write using a special typewriter and taught her how to speak by feeling the vibration of words on the lips and throat. Yes, Helen learned to speak even she could not hear her own voice. She worked very hard. She studied for many years and guess what? She became the first deaf and blind person to go to college. She studied at Radcliffe College and graduated in 1904. Helen did not stop there. She wrote 14 books, have hundreds of speeches, and met presidents, kings, and world leaders. She helped people with disabilities all around the world. She said the only thing worse than being blind is having sight but no vision. Never bend your head, always hold it high. Look at the world straight in the face. Helen could not see the world, but she saw hope. She could not hear the world, but she heard love. She could not speak at first, but later her words changed millions of lives. Dear learners, if Helen could do so much without seeing or hearing, imagine what you can do. If life feels hard, remember, Helen, do not give up. Learn with your heart, believe in yourself, work hard, keep your dream alive. Because as Helen taught us, alone we can do so little. Together we can do so much. See you next time, my dear friends. And remember, you don't need perfect eyes or perfect ears to be great. You just need a strong heart and a dream. Thank you so much. Thank you, ma'am. Thank you, Shruti and Lovely. നന്നായിട്ട് എടുത്തത് രണ്ടുപേരും. Thank you so much, ma'am. Thank you, ma'am. Then next വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും സെമിനാർ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? മാം പഠന വൈകല്യത്തെ കുറിച്ച് സെമിനാർ പറയാൻ പറ്റും? സെമിനാർ സിൻസി ആണെന്ന് തോന്നുന്നുണ്ട്. ആരായിരുന്നത്? എല്ലാരോടും റിപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു. സിൻസിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മിസ് പറഞ്ഞു എല്ലാവരും ഇത് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ട് അതോ? ഇപ്പൊ സെമിനാർ എടുത്തവരില് അല്ലാതെ നല്ല കോൺഫിഡൻസോട് കൂടി അത് പ്രസന്റ് ചെയ്യാൻ ഓക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? റെഡി ആയിട്ടുണ്ടോ?
മാം ഞാൻ പറയുന്നു. ഓക്കെ. അഞ്ചിമ. അഞ്ചിമ. അതെ. ഒരു മിനിറ്റ് പേര് എടുക്കട്ടെ. അഞ്ചിമ DS എന്നല്ലേ പേര് ഫുൾ നെയിം? ആ ഓക്കേടാ. പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചാണ്. അതായത് മസ്തിഷ്കത്തിന് ആശയങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും മറ്റും തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇത് അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഗണിതശാസ്ത്ര സംബന്ധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവ് കുറവായിരിക്കും. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡൈസലേക്സിയ, ഡൈസ്പെറാക്സിയ, ഡൈസിൽ കാൽക്കുലിയ, ഡൈസ്ഗ്രാഫിയ എന്നീ അസ്വസ്ഥതകൾ പഠന വൈകല്യത്തിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് വിവിധ തരം പഠന വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൈസലേക്ഷ്യ, വായിക്കാനുള്ള പ്രയാസവും സംസാര ശബ്ദങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് ഈ അവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ. വാക്കുകളും അക്ഷരങ്ങളും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാകാത്ത ഈ അവസ്ഥ വായനാ വൈകല്യമെന്നും പറയപ്പെടുന്നു. ഇത് മസ്തിഷ്കത്തിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഭാഗത്തെയാണ് ബാധിക്കുക. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് കോഓർഡിനേഷൻ ഡിസോർഡർ, അതായത് ഡൈസ്പാരാക്സിയ. ഇത് ശാരീരികമായ കോർഡിനേഷനെ ബാധിക്കുന്നു. പ്രായത്തിൽ കുറഞ്ഞ മസ്തിഷ്ക പ്രവർത്തനവും ശാരീരിക പ്രവർത്തനവും ഒപ്പം ഊർജ്ജമില്ലായ്മയുമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അടുത്തത് ഡൈസ്കാൽക്കുലിയ. ഗണിതശാസ്ത്ര പഠനവുമായി ഈ അവസ്ഥ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വൈകല്യമുള്ളവർ ഗണിതത്തിൽ പിറകോട്ടായിരിക്കും. അതുപോലെ ഇവർക്ക് ചെറുതും വലുതുമായിട്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ ചെയ്യാൻ ഇവർ കൂടുതൽ സമയമെടുക്കുന്നു. അടുത്തത് ഡൈസ്ഗ്രാഫിയ. എഴുതുവാനുള്ള കഴിവിനെ ബാധിക്കുന്ന വൈകല്യമാണിത്. അക്ഷരത്തെറ്റ്, വേഗത്തിൽ എഴുതാൻ പ്രയാസം, വാക്കുകൾ തമ്മിലുള്ള അകലം അറിയാതിരിക്കുക എന്നിവ പ്രായഭേദമന്യേ ഈ അവസ്ഥ ഉള്ളവരിൽ കാണാം. അടുത്തത് പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതിരിക്കുക, ശരിയായ വാക്ക് കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെടുക, അക്ഷരം, നിറം, അക്കം, ആകൃതി ഇവ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, ദിനചര്യകളും നിർദ്ദേശങ്ങളും പിന്തുടരാൻ ബുദ്ധിമുട്ട്, പേന, പെൻസിൽ, കത്രിക എന്നിവ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഷൂ കെട്ടാനും ബട്ടൺസ് ഇടാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രയാസം നേരിടുക. അടുത്തത് 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠന വൈകല്യം. ഉച്ചാരണ ശബ്ദങ്ങളും അതുപോലെ തന്നെ വാക്കുകളും തമ്മിൽ ബന്ധപ്പെടുത്താൻ കഴിയാതെ വരിക, ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ട്, വായിക്കുമ്പോൾ ചെറിയ വാക്കുകൾ കൊണ്ട് പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്, പുതിയ കഴിവുകൾ ആർജിക്കാൻ പ്രയാസം, ഉച്ചാരണം തെറ്റിക്കുക, നിരന്തരം അക്ഷരപ്പിഴവ് ഉണ്ടാകുക, അടിസ്ഥാനപരമായ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയാസം, സമയം പറയാൻ ബുദ്ധിമുട്ട്. 10 മുതൽ 13 വയസ്സ് വരെ ഉള്ളവരുടെ പഠന വൈകല്യം. കൂട്ടി വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഗണിതത്തിൽ പിന്നോട്ട് പോകുക, വായനയോടും എഴുത്തിനോടും വിമുഖത കാണിക്കുക, ഉറക്കെ വായിക്കാൻ വിസമ്മതിക്കുക, മോശം കൈയെഴുത്ത്, എല്ലാം അടുക്കി വെക്കാൻ കഴിയാതിരിക്കുക, ഒരേ എഴുത്തിൽ തന്നെ ഒരു വാക്ക് പല രീതിയിലാക്കുക. ഇനി നമുക്ക് പഠന വൈകല്യത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാതാപിതാക്കൾക്ക് പഠന വൈകല്യം ഉണ്ടായിരിക്കുക, ജനന സമയത്ത് പ്രശ്നങ്ങൾ, ജനനത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഭാരക്കുറവ്, ഗർഭകാലത്തെ പ്രശ്നങ്ങൾ, ഗർഭകാലത്തെ ആഘാതങ്ങൾ, ഗർഭകാലത്തെ മദ്യപാനം, അതുപോലെ തന്നെ ശാരീരിക വൈഷമ്യങ്ങള്, ജനനശേഷമുള്ള പ്രശ്നങ്ങൾ, ഉയർന്ന പനി, തലയ്ക്കുണ്ടാകുന്ന ആഘാതം, അതുപോലെ പോഷകക്കുറവ്, പിന്നെ പെയിന്റ്, സെറാമിക് പോലുള്ള ടോക്സിക് വസ്തുക്കൾ കൊണ്ടൊക്കെ നമുക്ക് പഠന വൈകല്യത്തിന്റെ കാരണങ്ങളാവുന്നുണ്ട്. ഇനി നമുക്ക് കമ്പോഡിറ്റി, അതായത് ഈ ഒരു രോഗത്തോട് കൂടി ഒരു സഹരോഗാവസ്ഥ എന്ന് പറയുന്ന എന്താന്ന് നോക്കാം. കുട്ടികളിൽ കൂടുതലായും പഠന വൈകല്യം കാണപ്പെടുന്നത് ഡിസപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡർ ആയി ബന്ധപ്പെട്ടാണ്. ഇവരിൽ 25% പേർ ADHD എന്ന അവസ്ഥ ഉള്ളവരാണ്. 15 മുതൽ 30% വരെ കുട്ടികൾക്ക് ADHDയോട് കൂടിയ പഠന വൈകല്യം കാണാം. ഇവർക്ക് വായനാ വൈകല്യവും കാണപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി നന്നായി പഠിക്കുന്ന രീതികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ വ്യത്യസ്ത രീതിയാണ് അവലംബിക്കുക. ചിലർക്ക് കണ്ടു പഠിക്കാനും ചിലർക്ക് കേട്ട് പഠിക്കാനും ചില കുട്ടികൾക്ക് ചെയ്തു പഠിക്കാനുമാകും താല്പര്യം. താങ്ക് യു. മാം വായനാ വൈകല്യത്തിന് എനിക്ക് സെമിനാർ അവതരിപ്പിക്കാൻ തന്നിരുന്നു. പക്ഷെ ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ്. എലി കടിച്ചിട്ട് അതിന്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നതാ. അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതിയാ? അടുത്ത ക്ലാസ് നെക്സ്റ്റ് ചാൻസിൽ പറഞ്ഞാൽ മതി. സെമിനാർ അല്ല ഓക്കേടാ. ശരി. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെമിനാറിൽ വേറെ ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാട്ടോ. 2 പേർക്ക് എടുക്കാം.
നിങ്ങൾക്ക് മാർക്ക് മലയാളത്തിൽ പറയാവോ മിസ്സേ? ഓക്കെ കുഴപ്പമൊന്നുമില്ല. എന്നാ ഞാൻ പറയാം. ക്യാഷ് എടുക്കാൻ വന്നിട്ടില്ലേ? കുഴപ്പമില്ല, മനസ്സിലായി. കുഴപ്പമില്ല കേട്ടോ, നമ്മൾ നോക്കാം. വേറെ ആരെങ്കിലും? ഓ, അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? നമ്മളിപ്പോ കവർ ചെയ്ത ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മള് മിസ്, ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പോസ്റ്റർ. അപ്പൊ അത് കാണിക്കാനായിരുന്നു. കേട്ടോ. ഓക്കെ, വരച്ചിരിക്കണല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. പറഞ്ഞതൊന്നും കേട്ടില്ല, കാരണം മ്യൂട്ടായിരുന്നു കേട്ടോ. ആ കുട്ടീനെ എടുത്ത് വെച്ചോണ്ടിരിക്കണം. അപ്പൊ ആക്ഷൻ സോങ് പാടാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിച്ചത് പിക്ചർ. ഓക്കെ ഓക്കെ, നമ്മൾ മൂവ് ആകുന്ന ചാപ്റ്ററിന്റെ പേര് അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ മൂവ് ആവുന്നത്. എല്ലാവരും സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തോ? പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല മാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയണം. നമ്മുടെ ഏത് ചാപ്റ്റർ ആണ് ഇതില് ഫസ്റ്റ് പാർട്ടിൽ എടുക്കാത്തതായിട്ടുള്ളത്? മോഡേൺ കൺസെപ്റ്റ് എടുത്തോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തോ? അത് ജിഷ മാം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നു. ഫുഡ് ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ് ഡയറ്റ് അശ്വതി മാം എടുത്തു. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തിട്ടില്ല. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തിട്ടില്ല. ഇല്ല, എടുത്തിട്ടില്ല. ഇല്ല എടുത്തിട്ടില്ല മാം. നോ മാം, എടുത്തിട്ടില്ല. അജീഷ് ടീച്ചർ എടുത്തിട്ടില്ല. ഓക്കെ, ഓക്കെ, നമ്മൾ മൂവ് ആവുന്ന ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ്. നമ്മൾ ഈ ഒരു പാർട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് 5 ചാപ്റ്റേഴ്സ് സൈക്കോളജി റിലേറ്റഡ് ആണ്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ഞാനത് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നിങ്ങൾ ഗ്രോത്തും ഡെവലപ്മെന്റും നിങ്ങളുടെ കൺസെപ്റ്റിൽ എങ്ങനെയാണ്? അത് ഒന്നാണോ അല്ലെങ്കിൽ രണ്ടാണോ? എങ്ങനെയാണ് നിങ്ങളുടെ കൺസെപ്റ്റ്? രണ്ടാണ് മാം. ഗ്രോത്ത് നമുക്ക് വളർച്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമുക്കത് അളക്കാൻ പറ്റില്ല, അങ്ങനല്ലേ? അതെ, ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രോത്ത് നമുക്ക് നമ്പേഴ്സിൽ, യൂണിറ്റ്സിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇന്ന കുട്ടിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇന്ന കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇന്ന കുട്ടിക്ക് ഇത്ര മെച്യൂരിറ്റി ഉണ്ട് നമുക്കത് പറയാൻ പറ്റും. മെച്യൂരിറ്റി ഒക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഡെവലപ്മെന്റ് അതാണ്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാരോ കൺസെപ്റ്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് ഇതിൽ വരുന്നത്, ഗ്രോത്തിൽ വരുന്നത്. ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, ഗ്രോ മാത്രമാണ് ഇവിടെ വരുന്നത്, ഗ്രോത്തിൽ വരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും എന്താവട്ടെ, ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ഗ്രോത്ത് എല്ലാവരും എന്തിന് ഇൻക്ലൂഡഡ് ആണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ വളർച്ചയും വികാസവുമാണ് പറയുന്നത്. Educational programs should be framed on the basis of growth and development. കുട്ടിയുടെ ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ബേസിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം ചെയ്തിരിക്കുന്നത്. Growth refers to the dimensional augmentation and the cellular multiplication. സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. And quantitative changes in the size, weight and numbers. നമ്മൾ സൈസ്, വെയിറ്റ്, നമ്പേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ സാധാരണ എന്ന് പറയും, ഗ്രോത്ത് എന്ന് പറയും. ആൻഡ് ഗ്രോത്ത് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഗ്രോത്ത്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്, മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദെൻ
ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ 18 വയസ്സിൽ എത്രയായിരുന്നു ഹൈറ്റ്? 18 അല്ലെങ്കിൽ 19 വയസ്സിൽ നമ്മുടെ ഹൈറ്റ് തന്നെയല്ലേ ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും ഹൈറ്റ്? കൂടിയിട്ട് കുറഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പൊ ഗ്രോത്ത് ഒരു ടൈം കഴിയുമ്പോ എന്താണ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാണ്, സീസ് ചെയ്ത് പോകും. മേ ബി വെയിറ്റിന് ചേഞ്ചസ് വരാറുണ്ട്, നമ്മളെ ഫുഡ് ഹാബിറ്റിന്റെയും മേ ബി സം അസുഖങ്ങളുടെയും, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എന്താ പറയാ സ്ത്രീകളുടെ പ്രഗ്നൻസിയുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതും അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുകയാണ്. നമുക്കിപ്പോൾ 19 വയസ്സിൽ എത്രയാണോ ഹൈറ്റും വെയിറ്റും അത് തന്നെ ആവണം നമ്മൾ നല്ലൊരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതേ വെയിറ്റും ഹൈറ്റും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് അല്ല, ഒരു ഏജ് കഴിഞ്ഞാൽ അത് വെച്ച് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഹൈറ്റ് മാത്രമാണ്, അല്ല. ചപ്പൽസിന്റെ സൈസ് ഇല്ലേ, ഇവിടെ ഷൂ യൂസ് ചെയ്യുന്ന ആരൊക്കെയുണ്ട്? ഓക്കെ, അറിയില്ല. ഷൂവിന്റെ സൈസ് ചേഞ്ച് ചെയ്യില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ എത്രയാണോ ഒരു 19-20 ഇയേഴ്സിൽ ഷൂവിന്റെ സൈസ് 5 inches ആണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഷൂവിന്റെ സൈസ് എത്ര തന്നെയാ? 5 inches ആണ്. അപ്പോ ആ ഒരു സൈസിൽ മാറ്റങ്ങൾ വരുന്നില്ല, കാരണം നമ്മുടെ കൈപ്പത്തി, കാലിന്റെ പാദം അതൊക്കെ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഗ്രോ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ നേച്ചർ ആണ്, സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോപ്പ് വിത്ത് അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോത്ത് എന്താവാണ്? സ്റ്റോപ്പ് ആവാണ്. ഇനി ഡെവലപ്മെന്റ് അങ്ങനെയാണോ? ഡെവലപ്മെന്റ് ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ കാര്യം പറയാം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് നേച്ചർ ആണ്. ഓർഡർ മേ ബി ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ചെറിയ കുട്ടികളെ കാണുമ്പോൾ, ചെറിയ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ സെയിം ഏജിലെ കുട്ടികളാണെന്ന് വിചാരിക്കും. മെന്റൽ ഡിസബിലിറ്റീസ് എടുത്തിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1 minute കേട്ടോ. 8th ചാപ്റ്റർ കംപ്ലീറ്റ് അല്ലേ? 3 വരെ മാം എടുത്തിട്ടുള്ളൂ. ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, മിന്റൽ റിട്ടയർഡ് ചിൽഡ്രൻ തൊട്ട് എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇനി കേറാത്ത സമയത്തല്ലാണെന്ന് ഓർത്തോ, കൊണ്ട് പറയാതിരിക്കും. മാം നേരത്തെ പറഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ മാം കേട്ടിട്ടില്ല തോന്നുന്നത്. 4th പോയിന്റ് എനിക്ക് മിസ്റ്റേക്ക് പറ്റി, കാരണം സെമിനാർ ചാപ്റ്റർ എന്തെങ്കിലാണല്ലോ കൊടുക്കാറ്. അപ്പൊ നിങ്ങൾ സെമിനാർ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്നൊരു ഓർമ്മയിലാണ് പറഞ്ഞത്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വല്ല പറയാനുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. ഇല്ല അല്ല, വാങ്ങിക്കാഞ്ഞതല്ല, കിട്ടിയിട്ടില്ല. ഓർഡർ എടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിൽഡ്രൻസിനെ കുറിച്ച് നമ്മള് എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഓക്കെ, നമ്മള് പഠന വൈകല്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് കാറ്റഗറി ആണ് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് അവർക്ക് ഒട്ടും ഒരു കാര്യം തിങ്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ടാവില്ല? മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിന് ഉണ്ടാവണമെന്നില്ല. നമുക്ക് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം മോണ്ടിസോറി അപ്ലൈ ചെയ്തത് ആരിലാണെന്ന് അറിയാമോ? ഇതേപോലെ കുറച്ച് മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനാണ് മോണ്ടിസോറി ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത്. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടപ്പോഴാണ് ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ട് നോർമൽ കുട്ടികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം മെന്റലി റിറ്റെയിൻഡ് ചിൽഡ്രൻസിൽ ഇത്രയും ഒരു എന്താ പറയാ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് അത് നോർമൽ കുട്ടികളിൽ പറ്റില്ല, അല്ലെങ്കിൽ നോർമൽ കുട്ടികളിൽ എന്തോരം പെർസെന്റേജ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത് കാണുന്ന മോണ്ടിസോറി സ്കൂൾ. ഇപ്പൊ ലോകമെമ്പാടും മോണ്ടിസോറി സ്കൂൾസിന്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇയർ ബൈ ഇയർ എന്താണ് നമ്പർ ഓഫ് സ്കൂൾസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയും അത് ഇംപ്ലിമെന്റ് ചെയ്തതും ആരാണ്? ഡോക്ടർ മരിയ മോണ്ടിസോറിയാണ്. അദ്ദേഹം ആദ്യം ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര എമൗണ്ട് ഓഫ് നോളജ്, നോർമൽ കുട്ടികളുടെ അത്രയും നോളജ് ഉണ്ടാവണമെന്നില്ല. മേ ബി അവരെ കാണാനായിട്ട് ഭയങ്കര സൈസ്, ഭയങ്കര വലിയ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല? ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, ഗ്രോ ചെയ്തിട്ടുണ്ട്, അവർ വലിയ ആരോഗ്യമുണ്ട്, ഭയങ്കര വണ്ണമൊക്കെ ഹൈറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ മേ ബി ഒരു 20 വയസ്സുള്ള കുട്ടീനൊക്കെ പോലെ തോന്നും.
20 വയസ്സുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴും എത്ര വയസ്സുണ്ടാവുള്ളൂ? ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സായിരിക്കും, അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സോ ആയിരിക്കും അവർക്ക്. മേ ബി അവരും നമ്മളെ വന്ന് പെട്ടെന്ന് ഹഗ് ചെയ്യും, കെട്ടിപ്പിടിക്കും. നമ്മള് അവര് കാണുന്നത് നമ്മളെ സെക്കൻഡ് മദർ ആയിട്ടാണ്. മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസ് അവരുടെ അമ്മ വിട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് മദർ. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്, എന്നാൽ ഇവർക്ക് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് ഉണ്ടാവും. അപ്പൊ അവര് നമ്മളെ കാണുന്നത് സെക്കൻഡ് മദർ പോലെ തന്നെയാണ്. അവരുടെ അമ്മ കഴിഞ്ഞ് അവര് വാല്യൂ ചെയ്യുന്നത് ആരെയാണ്? നമ്മളെയാണ്. അപ്പൊ നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി തന്നെ അവരോട് എന്ത് ചെയ്യുക? പെരുമാറാം. എല്ലാ കുട്ടികൾക്കും നമുക്ക് നോർമൽ സ്കൂളുകളിൽ ട്രെയിനിങ് കിട്ടണമെന്നില്ല. ഇപ്പോൾ ജോബ് മോണ്ടിസോറി മെത്തേഡ് പഠിച്ചോണ്ട് നമുക്ക് നോർമൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുള്ളൂ എന്നൊന്നും പറയാനായിട്ട് വരില്ല. മേ ബി നമുക്ക് ഭാഗ്യം കിട്ടുന്നത് ഇതേപോലത്തെ എന്താ പറയാ കുഞ്ഞു മനസ്സുള്ള മോണ്ടിസോറി പഠിച്ചവർക്ക് സ്പെഷ്യൽ സ്കൂളിൽ കിട്ടും. അതിന് സ്പെഷ്യൽ BEd പഠിക്കണ്ടേ? അത് എനിക്ക് നമുക്ക് മോണ്ടിസോറി മെത്തേഡിലുള്ളവർക്ക് പറ്റും. മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ കിട്ടും. കാരണം MP5 തോന്നുന്നു ഒരു കുട്ടി ചെയ്തത് സ്പെഷ്യൽ സ്കൂളിലായിരുന്നു. ഞാനൊരു 6 month സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മാം. ഒരു ടീച്ചറിന്റെ ലീവ് വേക്കൻസിയിൽ കയറിയതാണ്. പിന്നെ എനിക്ക് അവിടെ സ്ഥിരമാകാൻ പറ്റിയില്ല. അങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഞാൻ സാധാ BEd ആണ്, സ്പെഷ്യൽ BEd ഇല്ലാത്ത കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെ ഒരു സ്കൂളിൽ തന്നെ പോകണമെന്നാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഡ്രീം. പക്ഷെ എനിക്ക് അവിടെ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് ഉണ്ടോ? പറ്റുന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നും പോലെ അന്വേഷിച്ചു നോക്ക്. മേ ബി ചില സ്കൂളുകളുടെ അഡ്മിനിസ്ട്രേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ഇത് മോണ്ടിസോറി കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ മേ ബി അവരെ എടുക്കാം. കാരണം MP5 തോന്നുന്നത് ഒരു കുട്ടി സ്പെഷ്യൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആള് പ്ലേസ്ഡ് ആയത്. അപ്പൊ ആള് കുറെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട്. ആദ്യം ചിലപ്പോൾ നമ്മളോട് എടുക്കാനൊക്കെ കുറെ ടൈം എടുത്താലും അവര് ഒത്തിരി സ്നേഹവും ഒത്തിരി എന്താ പറയാ ഒരു നമ്മളോട് സാധാരണ കുട്ടികളെക്കാളും കൂടുതൽ ഒരു ഇന്റിമസി നമ്മളോട് കൂടുതലായിരിക്കും. അതേപോലെ നമ്മൾ ഭയങ്കര പേഷ്യൻസ് ഉള്ളവർ മാത്രം സ്പെഷ്യൽ സ്കൂളിലേക്ക് പോയാൽ മതി. നോർമൽ കുട്ടികളെ പഠിപ്പിക്കാൻ എന്തോരം പേഷ്യൻസ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിലും കൂടുതൽ പേഷ്യൻസ് നമുക്ക് വേണം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. ഡിസേബിൾഡ് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക. സ്പെഷ്യലി ഏബിൾഡ് എന്ന് തന്നെ പറയാൻ നോക്കാം. ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയാം, സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല. കാരണം പണ്ട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസേബിൾഡ് ചൈൽഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് ഒരിക്കലും നമ്മുടെ കുട്ടികൾ സ്പെഷ്യലി ഏബിൾഡ് ആണ്. അവർക്ക് കൂടുതൽ കെയറും സ്നേഹവും വേണം, അത്രേ ഉള്ളൂ. സാധാരണ കുട്ടികൾ നമ്മളെ വിട്ട് ഒരു ഏജ് കഴിയുമ്പോൾ പോവുകയായിരിക്കും. പക്ഷെ അമ്മമാരെ സംബന്ധിച്ചിട്ടാണ് ഈ സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? ഒരു ഏജ് കഴിയുമ്പോൾ അവര് നമ്മളെ വിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോകും. ഇവര് നമ്മുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കുട്ടികളെ നോക്കാം. എന്നുവെച്ചാല് പണ്ടത്തെ ആൾക്കാർ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് വിട്ട് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നോക്കാം. ഇത് സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല പേഷ്യൻസ് വേണം, ഗുഡ് പേഷ്യൻസ് വേണം. കാരണം അവര് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താല് നേരില്ല. കാരണം അവർക്ക് ആ ചിന്തിച്ച് ചെയ്യാനുള്ള നോളജ് ഇല്ല. മേ ബി അവർ ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് നാള് ചിലപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാല് ആക്ടിവിറ്റി ചിലപ്പോ ബട്ടൺ ഫ്രെയിം ആയിരിക്കും. ഞാൻ ബട്ടൺ ഫ്രെയിം കാണിച്ചിട്ടുണ്ടോ? നമുക്ക് ഫ്രെയിമുകൾ പഠിക്കാനുണ്ട്. ഫ്രെയിം ഓക്കെ, നിങ്ങളിപ്പോ കാണുന്നത് ഒരു ബട്ടൺ ഫ്രെയിംസ് ഉണ്ട് അല്ലെ? ഫ്രെയിംസുകളുടെ ഒരു കൂട്ടാണ്. അപ്പൊ ഇതില് കുറെ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾ ഈ ഫ്രെയിം വെച്ചാൽ അവരുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഷൂ ലേസ് എങ്ങനെ എന്ത് ചെയ്യണം, അതേപോലെ ബട്ടൺസ് എങ്ങനെ ഇടണം, അതേപോലെ വെൽക്കോ എങ്ങനെ, സിബ് എങ്ങനെ ഇടണം, അതല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫ്രെയിംസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ആണെങ്കിലും അവർക്ക് ഇത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുട്ടികൾ എന്താണ് അത് കുറച്ച് ട്രെയിൻഡ് ആകും. ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഒരു പ്രാവശ്യമായിരിക്കും ആ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും 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 പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. മേ ബി ഒരു ആക്ടിവിറ്റി പഠിക്കാൻ ചിലപ്പോൾ സാധാരണ ഒരു കുട്ടിക്ക് 1-2 ദിവസം എടുക്കുമ്പോൾ മെന്റലി റിട്ടേൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് മേ ബി 1 വീക്കോ 1 വീക്ക് അല്ല 1 മന്തോ അതിൽ കൂടുതലോ വരാനുള്ള ചാൻസ് ഉണ്ട്. പഠിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത് അവര്.
അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ് നമ്മൾ. അങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എന്റെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി, അതെ മെമ്മറി പവർ കുറവായിരിക്കും. എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. എന്റെ സെയിം ഏജ് ആണ് അവന്. അവൻ ചെറുപ്പത്തിൽ മുതല് ഞങ്ങൾ ആരും അവനധികം കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഇപ്പോഴത്തെ എന്താ പറയാ മെന്റലി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഡെലിവറിക്ക് മുമ്പേ അവരുടെ പാരന്റ്സിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കോംപ്ലിക്കേഷൻ ആണ്, എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞു അവരോട്, അബോർഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ ക്രിസ്ത്യൻസില് അബോർഷൻ എന്ന് പറയുന്നത് അവരുടെ പെർമിറ്റഡ് അല്ല, അല്ലേ ലവ്ലി? അബോർഷൻ ചെയ്യാനായിട്ട് പാടില്ലല്ലോ, ദൈവം നമുക്ക് വേണ്ടി തരുന്നതല്ലേ. ഒരിക്കലും നമ്മള് എന്ത് ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ അബോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് അവരത് ചെയ്തില്ല. അത് ചെയ്തില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് ദൈവം തന്നത് ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. ആ കുട്ടീനെ ജന്മം കൊടുത്തു. ആ കുട്ടിക്ക് വലുതായി വന്നപ്പോ മെന്റലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ കുട്ടീനെ ആദ്യമൊക്കെ ഇല്ലേ, എന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവൻ വീട്ടിലുണ്ട്, ഭയങ്കര അലർച്ച, ഭയങ്കര ബഹളമൊക്കെയാണ് കേട്ടോ. അപ്പോ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആ സമയത്ത്. അവൻ ഭയങ്കര ഉച്ചയൊക്കെ ആവുമ്പോ ഭയങ്കര അലർച്ചയുണ്ട്. വീടിന്റെ അടുത്ത് തന്നെയാണ്. അന്ന് അടുത്ത് വേറെ വീടുകളൊന്നുമില്ല, വലിയ പറമ്പുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് സൗണ്ട് ഒക്കെ കേൾക്കാം. അവന്റെ അനിയെന്ന് പറഞ്ഞാൽ നോർമലാണ്. അവൻ ഞങ്ങളുടെ ഒപ്പം കളിക്കാനൊക്കെ വരും, വേറെ കുഴപ്പമൊന്നുമില്ല, അനിയൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേട്ടൻ മൂത്ത ആൾക്കാണ് ഈ പ്രശ്നമുള്ളത്. അപ്പോ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന വരെയും ഈ സൗണ്ടുകൾ ഇടയ്ക്ക് കേൾക്കാം. രാത്രി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതും എന്തെങ്കിലും. അവൻ അമ്മയുടെ അടുത്ത് മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, അടുക്കുള്ളൂ. അതേപോലെ അമ്മയ്ക്ക് നല്ല പഠിപ്പുള്ളതാണ്. പക്ഷെ മോനെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ചു. അച്ഛനും അമ്മയും നല്ല കെയറോട് കൂടി തന്നെയാണ് മോനെ നോക്കുന്നത്. ആളുകൾ ഭയങ്കര വിഷമമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ ഇവര് കാലം കഴിയുന്നവരെയും ഇവര് നല്ല സേഫ് ആയിട്ട് നോക്കും. പക്ഷെ കാലം കഴിഞ്ഞ അവൻ എന്ത് ചെയ്യും, അവനൊരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അറിയില്ല. ഭയങ്കര വിഷമമായിരുന്നു. അത്യാവശ്യം നല്ല ക്യാഷ് എന്ന് വെച്ചാൽ നല്ല സാമ്പത്തികമായിട്ടും നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്ലാസ് ആണ് അവര്. അപ്പോ ഗവൺമെന്റ് ജോബ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു കോർട്ടിലൊക്കെ ആയിരുന്നു. ഗസറ്റഡ് ഓഫീസർ ആയിരുന്നു അച്ഛൻ, അമ്മ ടീച്ചറായിരുന്നു. ടീച്ചർ പക്ഷെ ഈ മോൻ ജനിച്ചതിന് ശേഷം ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതും ഗവൺമെന്റ് ജോബായിരുന്നു, ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഒരു വാൻ വന്ന് നിൽക്കുക, എന്റെ ഫ്രണ്ടിൽ വാൻ വന്ന് നിൽക്കുക. അപ്പൊ അതിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി വീട്ടിലേക്ക് കയറി പോകണം ഞാൻ കണ്ടു. ഇത് ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ കെയർ ടേക്കർ ഡോർ തുറന്നു കൊടുക്കുന്നതും കുട്ടി സ്റ്റെപ്പ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നു കണ്ടു. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം അത്യാവശ്യം ഏജ് ആയിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഒരു 27 വയസ്സുള്ള ഒരു കുട്ടി യൂണിഫോം ഇട്ട്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് അത് അവനായിരുന്നു. അവൻ ഇപ്പോ സ്പെഷ്യൽ സ്കൂൾ അല്ല, മോണ്ടിസോറി സ്കൂളാണ് ഞങ്ങളുടെ പഞ്ചായത്തിന് കീഴില. മോണ്ടിസോറി മെത്തേഡ് ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു സ്കൂളുണ്ട്. ഇതേപോലത്തെ കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്. അവരാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ ഏത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറി മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഏത് മെത്തേഡാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അത് അച്ഛനോട് ചോദിച്ചു, ഇപ്പൊ അവന് ഒരുപാട് മാറ്റമുണ്ടല്ലോ. ആ മോളെ നമുക്ക് ഒത്തിരി മാറ്റമുണ്ട്, അവൻ ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്, അവൻ ഇന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അവൻ സ്വന്തമായിട്ട് അച്ഛൻ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം സ്വന്തമായിട്ട് ബട്ടൺസ് ഇടുന്നുണ്ട്, അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ അവൻ നമുക്കറിയാലോ എന്തോരം കാലമായിട്ട് ഉണ്ടായിരുന്ന അവരുടെ പ്രതീക്ഷിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ബഡ്സ് സ്കൂൾ അല്ലടാ, എന്തൊരു സ്കീമിന്റെ കീഴിൽ വന്നിരിക്കുന്നതാണ്. നമ്മുടെ മോണ്ടിസോറി സ്കൂൾ തന്നെയാണ് ഗവൺമെന്റിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. അപ്പോ ഈ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ആണ് പഠിക്കുന്നത്. വേറെ കുട്ടികളൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഇപ്പം എന്താ പറയാ, നമ്മളെന്താ പറയാ വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികളോ അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ എല്ലാ കുട്ടികളെയും കണ്ടു, ആ വാനിലുള്ള എല്ലാ കുട്ടികളെയും ഞാൻ കണ്ടു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്താണ് പഠിപ്പിക്കുന്നത്? മോളെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. മോൾക്ക് അറിയാനുള്ള ഇതുണ്ടാവില്ല, മോണ്ടിസോറിയാണ്. ആണോ മോണ്ടിസോറി മെത്തേഡാണോ? അപ്പൊ മോൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പഠിപ്പിക്കാൻ പോവാണ്, മോണ്ടിസോറി മെത്തേഡാണ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഭയങ്കര റെസ്പെക്ട്, നമ്മളോട് ഒരു പ്രത്യേക റെസ്പെക്ട്. കാരണം അവർക്ക് ആ ഒരു മെത്തേഡില് ഇത്രയും വിശ്വാസമുണ്ട്.
അധികം പേരൊന്നും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? നമ്മൾ മോണ്ടിസോറി പഠിക്കാന്ന് പറയുമ്പോൾ ഒത്തിരി പേര് പറയില്ല ആ ഒരു മെത്തേഡ് ചിലപ്പോ അവർക്ക് ആപ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അത് എന്താണ് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിപ്പിക്കുന്നു, ബാക്കിസോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നു. പക്ഷെ ഈ ഒരു അങ്കിള് ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു എന്നോട്. ആണല്ലേ മോള്, നല്ലതാണ്, മോളിപ്പോ ഇവിടെ നോർമൽ ആയിട്ടുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്യാണ്, ഇപ്പോ ഞാൻ സ്കൂളിലല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനാണ് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, കാരണം അത്രയും നാള് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവർ ഇത്രയും മാറ്റം വരുത്താനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പൊ റിയൽ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു അത് മുമ്പിൽ വന്നത്. എനിക്ക് അതേ പിന്നെ വെച്ചാൽ എനിക്ക് മെത്തേഡ് ഭയങ്കര ഇഷ്ടമാണ്, അതേ പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു മെത്തേഡിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ആ മെത്തേഡ് ഒരാളുടെ ലൈഫിൽ ഇത്രയും മാറ്റം വരുത്തി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം നമുക്ക് തോന്നൂലേ? അതേപോലെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, നിങ്ങൾ ടീച്ചേഴ്സിന് മേ ബി നോർമൽ കുട്ടികളായിരിക്കാം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം. നമ്മളൊരു വിരോധം കാണിക്കാനായിട്ട് പാടില്ല, ഒരു ഡിഫറൻസും അവിടെ കാണിക്കാനായിട്ട് പാടില്ല. കാരണം നമ്മളുടെ മുമ്പിൽ വരുന്ന മക്കളെല്ലാവരും നമുക്ക് സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു സ്കൂളിലാണ്, എസ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂളിലാണ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്താ പറയാ, ഒരു പേഷ്യൻസിന്റെ അൾട്ടിമേറ്റ് നമ്മളെ കൊണ്ട് പറ്റുമോ, ഈ മെത്തേഡ് നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കാരണം മെന്റലി വീക്ക് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നിർത്താറില്ല. കാരണം ഒരു മെത്തേഡ് ഭയങ്കരമായിട്ട് എന്താ പറയാ, ലൈഫിൽ നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മെത്തേഡ് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കവർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. താങ്ക് യു ടീച്ചർ. ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലൈവ് ക്ലാസ്സിൽ വരുന്നത്. ഐ ആം എംപ്ലോയിഡ്, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റാറില്ല. അപ്പൊ എന്നെ കൂടെ ഈ കുട്ടികളുടെ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യാൻ പറയാമോ? ചേച്ചി നമ്പറും പേരും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടാ മതി. ഇപ്പൊ ഇടാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയട്ടെ. 9447 ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടോ? 9447 69 6066. ഒന്നുകൂടെ പറയാമേ. കറക്റ്റ്, അത് തന്നെ. ഞാന് മല്ലിക എന്നാണ് പേര്, വസന്ത മല്ലിക. എന്നെ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്താൽ എനിക്ക് പല കാര്യങ്ങളും ചില സംശയങ്ങളുണ്ട്. അപ്പൊ ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഗ്രൂപ്പിൽ ചോദിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ്. വർക്ക് ചെയ്യാണ്. ഞാനിവിടെ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത്. വീട് ട്രിവാൻഡ്രത്താണ്. കൊല്ലം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് മോണ്ടിസോറി മെത്തേഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിക്കാൻ വേണ്ടി, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ജോയിൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ്. ഞാൻ നല്ല റെക്കോർഡ്സ് കാണാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സിനോട് എനിക്ക് ടീച്ചേഴ്സിന്റെ നമ്പർ കിട്ടുമോ? അത് മേ ബി ജസ്റ്റിസിന്റെ നമ്പർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടിയിരിക്കും. അല്ല, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതിയല്ലോ. നമ്പർ വന്നിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ നമ്മൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സോ സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം. ജസ്റ്റിസാണോ പറഞ്ഞത്? യെസ് മാം. ഓക്കെ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്
സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് ഞാൻ എന്റെ ആക്ടിവിറ്റി തരാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. അപ്പോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ സൈൻ ഔട്ട് അതാ പറയുന്നേ. ഇന്ന് ക്ലാസ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറച്ച് ലേറ്റ് ആയെങ്കിലും നിങ്ങൾ ക്ലാസ് എടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഞാൻ അത് പറയണത് വിചാരിച്ചിരിക്കുക. മേ ബി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അത് അറിയാവുന്ന സെമിനാർ പോർഷൻ ആണ് ഇന്ന് ടോപ്പിക്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഭയങ്കര ടൈം അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുന്നേ. നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് സന്തോഷമായത്. Thank you, ma'am. Thank you, ma'am. ഓക്കെ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ സെമിനാർ എടുത്തവർക്കും കൂടി ഒന്ന് താങ്ക്സ് പറയണം കേട്ടോ. Okay. Good morning, everyone. I'm Rehana, and it's my privilege to deliver the sign out for today's class about the mental retarded children and the seminar topics. I just wanted to say thank you for your hard work in preparing seminar and teacher for teaching our online class. I really appreciate your patience and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. And I would also like to thank you, all my batchmates, for active participation today. Thank you. Have a good day. Thank you so much. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.